ഹലോ ഡിയേഴ്സ്, ഞങ്ങൾ ഇന്നൊരു സീമന്തം പരിപാടിക്ക് പോകണം കേട്ടോ. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആതിര. ഇനി ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. അവളുടെ ചേച്ചിയുടെ സീമന്തം പരിപാടിക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഇതാണ് നമ്മുടെ കഥാനായിക. നമ്മൾ എത്തിയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ പരിപാടിയുടെ പകുതി കാര്യങ്ങളും കാണാൻ പറ്റിയിട്ടില്ല. പൂജയും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു പരിപാടി ഞാൻ വീഡിയോസിൽ മാത്രമാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഡയറക്റ്റ് കാണുന്നത് ആദ്യമായിട്ടാണ്. വളയിടൽ ചടങ്ങ് എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. അപ്പോ ചടങ്ങ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാരും വന്ന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് വളയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രസമുണ്ട് കാണാൻ. ആതിരയുടെ വളയിടൽ ചടങ്ങിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അന്ന് എന്തൊക്കെയോ സാഹചര്യം കാരണം എനിക്കത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ കയറിയിട്ട് സദ്യ കഴിക്കാനാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് കേട്ടിട്ടുണ്ടോ? അതായിരുന്നു സദ്യയുടെ അവസ്ഥ. ഇലയിട്ട് ഉപ്പിലാണ് ആദ്യം സദ്യ തുടങ്ങിയത്. ഉപ്പിൽ തുടങ്ങിയ സദ്യ അവസാനിച്ചത് നല്ല അടിപൊളി ഒരു മോരും കറിയിലായിരുന്നു. പക്ഷേ എന്റെ ഡൗട്ട് അതായിരുന്നില്ല. ഈ ഇലയിൽ എവിടെ ചോറ് വെക്കുന്നു എന്നായിരുന്നു എന്റെ ഡൗട്ട്. അത്രയും കറികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇല നിറയെ കറികളായിരുന്നു. അതുകൊണ്ട് തന്നെ റൈസ് എല്ലാവർക്കും ഇച്ചിരി മതിയാവും. കാരണം ഒത്തിരി കറികൾ കഴിക്കാനുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാജുവോട് പറയുന്നുണ്ടായിരുന്നു സദ്യ നന്നായിട്ടുണ്ടെന്ന്. കാരണം അവരുടെ സദ്യ എപ്പോഴും സ്പെഷ്യൽ തന്നെയാണല്ലോ. ബ്രാഹ്മിൺസിന്റെ സദ്യ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയൊക്കെ പറയാം. നല്ല അടിപൊളി ഒരു വെജ് സദ്യ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുന്നതിന് മുന്നേ അവര് പലഹാരങ്ങളുടെ ഒരു പൊതി, ഒരു കവറ് എല്ലാവർക്കും ഇങ്ങനെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കും കിട്ടിയ കേട്ടോ ആ കവറ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.